ഹായ്, എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ MP ആയ നിഷികാന്ത് ദുബെ ലോക്സഭയിൽ ഒരു ഹർജി കൊടുത്തിരിക്കുകയാണ്. അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത രാഹുൽ വ്യാജഗാന്ധിയെ അയോഗ്യനാക്കണം എന്നും പറഞ്ഞുകൊണ്ടാണ് നിഷികാന്ത് ദുബെ ലോക്സഭയിൽ നോട്ടീസ് നൽകിയത്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഈ രാഹുൽ വ്യാജഗാന്ധിയുടെ പാർലമെന്റ് അംഗത്വം റദ്ദാക്കണമെന്നും അദ്ദേഹം ഈ നോട്ടീസിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നത് വിലക്കേർപ്പെടുത്തണമെന്നും നിഷികാന്ത് ദുബെ പറഞ്ഞു. ഇങ്ങനെയൊക്കെ നിഷികാന്ത് ദുബെ നോട്ടീസ് നൽകാനുള്ള കാരണം ലോക്സഭയിൽ ബജറ്റ് ചർച്ചയിൽ അടിസ്ഥാനരഹിതമായും വ്യാജ ആരോപണങ്ങളും ഉന്നയിച്ചു എന്നതാണ്. അവകാശ ലംഘന നോട്ടീസ് നൽകാനാണ് തീരുമാനമെങ്കിലും പിന്നീട് പാർലമെന്റ് അംഗത്വം റദ്ദ് ചെയ്യാനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്നും വിലക്ക് നൽകണമെന്നുമാണ് നിഷികാന്ത് ദുബെ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിന് കാരണം ബജറ്റ് ചർച്ചയിൽ തെളിവുകളൊന്നുമില്ലാതെ അടിസ്ഥാനരഹിതമായി പറഞ്ഞ ആരോപണങ്ങളാണ് കാരണം എന്നാണ് നിഷികാന്ത് ദുബെ പറയുന്നത്. പിന്നെ അയോഗ്യനാക്കാനുള്ള മറ്റൊരു കാരണം പറയുന്നത് മുൻകൂട്ടി അറിയിക്കാതെ ഹർദീപ് പുരിക്കെതിരെ എപ്സ്റ്റീൻ ആരോപണം ഉന്നയിച്ചു എന്നതാണ്. ഇനി രാഹുൽ വ്യാജഗാന്ധിയെ അയോഗ്യനാക്കാനുള്ള മറ്റൊരു വലിയൊരു കാരണം പറയുന്നത് രാഹുൽ വ്യാജഗാന്ധിയുടെ ചോറിങ്ങും കൂറങ്ങും എന്ന പിന്തിരിപ്പൻ പെരുമാറ്റവും സ്വഭാവവുമാണ്. ഇത് കാലാകാലങ്ങളായിട്ട് ഒരു പ്രത്യേക മതക്കാരിൽ കാണുന്ന ഒരു പ്രത്യേക തരം സ്വഭാവമാണ്. അതായത് നമ്മുടെ ഭാരതത്തിൽ നിന്നുകൊണ്ട് വളർന്നുകൊണ്ട് ജീവിച്ചുകൊണ്ട് ജോർജ് സോറോസിനെ പോലുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി ചേർന്ന് ഭാരതത്തിൻ്റെ ഭരണഘടനയെയും ഭാരതത്തെയും തകർക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് മറ്റൊരു കാരണം. കൂടാതെ രാഹുൽ വ്യാജഗാന്ധി നരി മലമറിഞ്ഞതുപോലെയാണ്. ഒരു ദിക്കിൽ നിന്ന് മറ്റൊരു ദിക്കിലേക്ക് നടന്നും ഓടിയും പോവും. കൂടെ ചായയും പഴംപൊരിയും കഴിക്കും. അത് കഴിഞ്ഞാൽ തട്ടുകടയിൽ കയറി ദോശ ചുടും, കരിദോശ. അത് കഴിഞ്ഞാലോ ഉപ്പും തൈരും വെങ്കായവും കൂടി വായിൽ വെക്കാൻ കൊള്ളാത്ത ഒരു കറി. വെള്ളം കണ്ടാൽ അത് കായലിലായാലും ശരി, കടലിലായാലും ശരി, കുപ്പത്തൊട്ടിയിലായാലും ശരി, അപ്പോൾ എടുത്തു ചാടും. പിന്നെ എങ്ങനെയെങ്കിലും വെള്ളത്തിൽ നിന്ന് കര കയറിയാൽ പിന്നെ ഒരൊറ്റ മുങ്ങലാണ്. അത് എവിടേക്കാണെന്നോ എന്തിനാണെന്നോ ആരെ കാണാനാണെന്നോ ആരുമായിട്ട് സൗഹൃദം പങ്കുവെക്കാനാണെന്നോ ആരുമായിട്ട് ഗൂഢാലോചന നടത്താനാണെന്നോ യാതൊരു അറിവുമില്ല. ഈ യാത്ര അന്നും ഇന്നും ഇനി എപ്പോഴും ദുരൂഹമായിരിക്കുകയും ചെയ്യും. ഇതാണത്രേ നിഷികാന്ത് ദുബെ നോട്ടീസ് നൽകാനുള്ള, അയോഗ്യനാക്കണം എന്ന് പറഞ്ഞ് നോട്ടീസ് നൽകാനുള്ള മറ്റൊരു കാരണം. ഇതുകൂടാതെയാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പക്ഷപാതമായി പെരുമാറുന്നു എന്ന് പറഞ്ഞ് ഓം ബിർളയ്ക്കെതിരെ അവിശ്വാസ പ്രമേയം ലോക്സഭയിൽ വെച്ചത്. ഈ കാരണങ്ങളൊക്കെ കൊണ്ടാണ് കോൺഗ്രസിന്റെ ആജീവനാന്ത ഭാവി പ്രധാനമന്ത്രിയെ ആജീവനാന്ത വിലക്കേർപ്പെടുത്താൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ MP ആയ നിഷികാന്ത് ദുബെ ലോകസഭയിൽ നോട്ടീസ് സമർപ്പിച്ചത്. വാ തുറന്നാൽ കള്ളത്തരങ്ങൾ മാത്രം പറയുന്ന, അപരാധങ്ങൾ മാത്രം പറയുന്ന, ആരോപണങ്ങൾ മാത്രം ഉന്നയിക്കുന്ന, കുറ്റപ്പെടുത്തലുകൾ മാത്രം പറയുന്ന രാഹുൽ വ്യാജഗാന്ധി എന്ന കോൺഗ്രസ്സുകാരൻ ഇതോടെ തൻ്റെ സ്വഭാവത്തിൽ ഒരു മാറ്റം വരുത്തുമോ? തൻ്റെ പെരുമാറ്റത്തിൽ ഒരു മിതത്വം പാലിക്കുമോ? അതോ ഇനിയും വിദേശ രാജ്യത്തിലേക്ക് കടന്ന് മോദിക്കെതിരെ, ഇന്ത്യക്കെതിരെ, ഇന്ത്യൻ സാമ്പത്തിക മേഖലയ്ക്കെതിരെ, സൈന്യത്തിനെതിരെ, ജനങ്ങൾക്കെതിരെ ഒക്കെ വിടുവായുത്തം പറയുമോ എന്ന് കാത്തിരുന്ന് കാണും. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതിൽ എല്ലാവർക്കും ജയ് ഹിന്ദ്.